ഹായ് വെൽക്കം ബാക്ക് ടു മേഘാസ് കിച്ചൺ. നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പോകുന്ന ഒരു ഉള്ളിക്കറിയാണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പം ഞാനിവിടെ കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അപ്പം ഇത് കുറച്ചധികം ചെറുതായതുകൊണ്ട് തന്നെ ഞാൻ ഒരു 1/2 കപ്പ് ഉള്ളി എടുത്തിട്ടുണ്ട്. അപ്പം വലുതാണെങ്കിൽ അതിൽ കുറച്ച് എടുത്താൽ മതി, നമുക്ക് ആവശ്യത്തിന് എടുത്താൽ മതി. പിന്നെ ഈ ഒരളവിൽ 2 പാത്രം തൈര് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്തോട്ട് എടുത്തിട്ടുള്ളത് 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു 5-6 വെളുത്തുള്ളി ചതച്ചെടുത്തത്. അപ്പം വെളുത്തുള്ളി ഇഷ്ടമില്ലാത്തവർക്ക് വെളുത്തുള്ളി ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാനിവിടെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പം ഒരു 5-6 അല്ലി എടുത്താൽ മതിയാവും. എന്നിട്ട് അത് നന്നായിട്ട് ചതച്ചെടുത്താൽ മതി. പിന്നെ ഒരു 2 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു പാത്രം ചൂടാകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ മൺചട്ടിയിലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ തൈര് ഉപയോഗിച്ചിട്ടുള്ള കറി ആയതുകൊണ്ട് തന്നെ ഞാൻ മൺചട്ടിയിൽ ആണ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ മൺചട്ടി നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പം വേറെ ഏതെങ്കിലും ഓയിലാണെങ്കിലും കുഴപ്പമില്ല, ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചെറിയുള്ളി ഇട്ട് കൊടുക്കണം. അപ്പോൾ ചെറിയുള്ളി ചെറിയ കഷ്ണമായിട്ട് അരിയൊന്നും വേണ്ട, വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഒരു റിസ്ക്കും ഇല്ലാണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറി ആയതുകൊണ്ട് തന്നെ ഇത് അരിഞ്ഞൊന്നും എടുക്കണ്ട, അല്ലെങ്കിൽ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഉള്ളി ചെറുതായിട്ട് ചൂടായി വന്നതിന് ശേഷമാണ് നമ്മൾ ഈ പച്ചമുളകും വെളുത്തുള്ളിയും ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇപ്പം പച്ചമുളകും വെളുത്തുള്ളിയും ഉള്ളിയൊക്കെ ഏകദേശം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇത് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് തീ വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പം മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ലോ ഫ്ലെയിമിലേക്ക് അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം വേണം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. മഞ്ഞൾപ്പൊടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കണം. ഈ തൈര് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. നല്ല തീയിൽ നമ്മൾ ഈ തൈര് ചേർത്ത് കൊടുക്കരുത്. എന്നിട്ട് ഇതുപോലെ നല്ലപോലെ ഇതിൻ്റെ കട്ടയൊക്കെ ഉടയുന്നത് പോലെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ കട്ടയൊക്കെ ഉടച്ച് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം തൈര് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ഇതിലേക്ക് വറുത്തിടണം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ളൊരു പാൻ ഞാൻ ചൂടാകാൻ വേണ്ടിയിട്ട് വെച്ചു. ഇനി ഇതിലേക്കൊരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു, കുറച്ച് കടുക് ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്കൊരു 1/4 ടേബിൾ സ്പൂണോളം ഉലുവ ചേർത്ത് കൊടുത്തു. ഇത് രണ്ടും നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 2 കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു സ്പൂണിന് ഒരു 1/4 ടേബിൾ സ്പൂണോളം മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അധികം എരിവില്ലാത്ത മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഉള്ളിക്കറിയിലേക്ക് നമ്മൾ ഈ വറുത്തതും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സിമ്പിളായിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളി തൈര് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം പെട്ടെന്ന് ഒരു 2 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നുള്ളൂ. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്